കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സിത്താര പറയുന്നതൊക്കെ കേട്ട് ഗാഥ സിത്താരക്ക് ആ വാക്ക് കൊടുക്കണേ. മമ്മീനെ ഇനി ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല. മമ്മി ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ നവീൻ്റെ ഒപ്പം ജീവിക്കും. എൻ്റെ മമ്മിയെ ഇനിയും തോക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മമ്മി എനിക്ക് വേണ്ടി എന്നെ വളർത്താൻ വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചു എന്ന് ഞാനിപ്പോഴല്ല അറിയുന്നത്. മമ്മിക്ക് ഇനി ഞാനൊരു വാക്ക് തരുക. ഞാൻ കാരണം ഒരിക്കലും എൻ്റെ മമ്മിയുടെ കണ്ണുകളിൽ നിറയില്ല. അങ്ങനെ പറഞ്ഞ ഗാഥ സിത്താരയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. സിത്താരക്കും ഗാഥയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. പിന്നീട് കളരിക്കിലേക്ക് സന്തോഷത്തോടെ പുതിയൊരാളായിട്ട് തിരിച്ചെത്തുന്ന ഗാഥേനെയാണ് കാണിക്കുന്നത്. ഗാഥ അങ്ങനെ ചിരിച്ചുകൊണ്ട് നവീൻ്റെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. ഗാഥയുടെ സന്തോഷമൊക്കെ കാണുന്നതും നവീനൊരു അത്ഭുതപ്പെട്ട മട്ടിൽ ഗാഥയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ സമയം സുമിത്ര അങ്ങോട്ടേക്ക് വരുക. ആ മോളെത്തിയോ? സിത്താര വന്നില്ലേ? ഇല്ല, മമ്മിക്ക് വേറെ ചില അത്യാവശ്യങ്ങളുണ്ടായിരുന്നു, എന്നാലും മമ്മി തിരികെ പോയി. ആ അമ്മക്കൊപ്പം ഇരുന്ന് കാരണം മോളുടെ മനസ്സൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ടാകുമല്ലോ. മോളുടെ മുഖത്തിനൊരു സന്തോഷം കാണാനുണ്ട്. അന്നേരം ഗാഥ പറയണേ, അതേ അമ്മേ, പിന്നെ എനിക്ക് നിങ്ങളോട് രണ്ടുപേരുടെയും ഒരു പ്രധാനപ്പെട്ട തീരുമാനം അറിയിക്കാനുണ്ട്. ഈ സമയത്ത് അതുവഴി പോകുന്ന നിർമ്മല ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയം ഗാഥ പറയുവാണ്, മറ്റൊന്നുമല്ല, എൻ്റെ ഡിപ്രഷൻ മാറ്റാൻ നവീൻ ഡോക്ടറുടെ കയ്യിൽ നിന്ന് കുറച്ച് മരുന്നുകളൊക്കെ കുറിച്ചുകൊണ്ട് വന്നില്ലേ? അമ്മ ആ മരുന്നൊക്കെ എടുത്തു കളഞ്ഞോ? ഇല്ല, എൻ്റെ കയ്യിലുണ്ട്. എന്നാലേ ഇനി ആ മരുന്നുകളെല്ലാം കൃത്യമായിട്ട് കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ ഈ പേടിയും ടെൻഷനും എല്ലാം മാറണം. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഭയം കിടന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പലരോടും മോശമായിട്ട് പെരുമാറിയത്. നവീനും ഈ കുടുംബത്തിലുള്ള എല്ലാവരും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പല വാക്കുകളും എൻ്റെ വായിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. അതെല്ലാം എൻ്റെ തെറ്റ് തന്നെയാണ്. ഇനി അങ്ങനെയൊന്നും ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എനിക്ക് എൻ്റെ നവീനോട് അങ്ങനെ അധികം നാളെ പിണങ്ങിയൊന്നും നിൽക്കാൻ പറ്റില്ല. നവീൻ്റെ പഴയ ഗാഥയായിട്ട് എനിക്ക് മാറണം. അന്നേരം ഈ ഗാഥയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നവീന സുമിത്രക്കൊക്കെ ഒത്തിരി സന്തോഷമാകുവാണ്. ഇത് കേട്ട് അന്തം വിട്ട് നിൽക്കുവാണ് കേട്ടോ നിർമ്മല. ഈ സമയം നവീൻ പറയണേ, ഗാഥ, താൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് എത്രത്തോളം ഹാപ്പിയാണെന്നറിയോ? താൻ എൻ്റെ മുഖത്തേക്ക് നോക്ക്. എന്തേലും വ്യത്യാസം വന്നുണ്ടോ? ഉണ്ട്, നല്ല സന്തോഷമുണ്ട്. എടോ, താൻ ഇങ്ങനെ പറയുന്ന ഒരു വാക്ക് കേൾക്കാനായിട്ട് കാത്തിരിക്കുമായിരുന്നു ഞാൻ. താൻ എത്ര സമയം വേണമെങ്കിലും എടുത്തോളും. നമുക്ക് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ ആ ജീവിതം തിരികെ പിടിക്കണം. അതിനുവേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. താൻ നോക്കിയാൽ മാത്രം മതി. തൻ്റെ പേടി മാറുമെന്നുള്ളത് എൻ്റെ മാത്രമല്ല, ഈ കുടുംബത്തിൻ്റെയും കൂടി ആവശ്യമാണ്. താനൊന്ന് മനസ്സ് വെച്ചാൽ എല്ലാം നടക്കും. അന്നേരം ഗാഥ പറയണേ, നവീൻ, എങ്ങനെയാണ് മരുന്നിൻ്റെ രീതികളെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നാൽ മതി. എടോ, അതൊക്കെ ആ കവറിൽ തന്നെ ഈ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. താനൊന്ന് നോക്കി കഴിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിക്കലും ഓവർഡോസ് ആയി പോകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലേ തൻ്റെ അവസ്ഥ കൂടുതൽ മോശമാകും. അന്നേരം സുമിത്ര പറയണേ, അതൊടുത്ത് നീ പേടിക്കണ്ട, മോൾക്ക് കൃത്യമായിട്ട് മരുന്നൊക്കെ ഞാൻ തന്നെ എടുത്തു കൊടുത്തോളാം. താങ്ക്സ് അമ്മേ. ഓ, ഇപ്പോഴാണ് എനിക്കൊരാശ്വാസമായത്. മരുന്ന് കഴിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ പ്ലാൻ ചെയ്യും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ് സുമിത്ര അവിടെ നിന്നും പോകുവാണ്. ഈ സമയം നവീൻ ഗാഥ എന്നും പറഞ്ഞ് വിളിക്കുവാണ്. അന്നേരം ഗാഥ പറയണേ, ഐ ലവ് യു നവീൻ. ഈ ഗാഥയ്ക്ക് പൂർണ്ണത കിട്ടണമെങ്കിൽ അത് നവീനിലൂടെ മാത്രമായിരിക്കണം. അങ്ങനെ ഗാഥയുടെ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് നവീൻ. ഇതേസമയം നിർമ്മല നേരെ റൂമിലേക്ക് പോയി ഉദയനോടും കീർത്തിയോടും ഒക്കെ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുവാണ്. അതെല്ലാം കേട്ടിട്ട് ഉദയൻ പറയണേ, ഗാഥ നേരത്തെ പെരുമാറിയതുപോലെ എല്ലാവരോടും അഹങ്കാരത്തിലും ദേഷ്യത്തിലുമൊക്കെ പെരുമാറിയാൽ മതിയായിരുന്നു. അതാകുമ്പോൾ അവളുടെ പെരുമാറ്റം കണ്ട് വെറുത്തും നന്ദേട്ടനും അമ്മയും സുമിത്രം നവീനും ഒക്കെ ചേർന്ന് അവൾ അടിച്ച് പുറത്താക്കുന്നത് നമുക്ക് കാണാമായിരുന്നല്ലോ. ഇതിപ്പോൾ അവൾ സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിയോ നിർമ്മലേ. ഈ സമയം കീർത്തി പറയണേ, അമ്മേ, അവളുണ്ടല്ലോ, അവളെൻ്റെ തലയടിച്ച് പൊട്ടിച്ചപ്പോൾ അമ്മ എനിക്കൊരു വാക്ക് തന്നിരുന്നു. അതുപോലെ നവീനെ കൊണ്ട് അവളുടെ തലയടിച്ച് പൊട്ടിച്ച് ഇവിടുന്ന് പുറത്തിറക്കുമെന്ന്. അമ്മ എന്താ ആ വാക്ക് മറന്നോ? ഈ സമയം നിർമ്മല പറയണേ, എടി, ഞാൻ ഒരു വാക്കും മറന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണ്? അവളുടെ തലയിടിച്ച് പൊട്ടിച്ചിട്ട് അവൾ ഈ പടിയിറക്കി പിണ്ടം വെക്കുമെന്ന് അല്ലേ? ഇപ്പോൾ അതിലും വലിയൊരു അവസരമാണ് നമുക്ക് വന്ന് കിട്ടിയിട്ടുള്ളത്. ചുമ്മാ അവളുടെ തലക്ക് ഒരടി കൊടുക്കുന്നതുകൊണ്ട് എന്തടി ഗുണം? അവളെ മുഴുവൻ ഭ്രാന്തിയാക്കിയാലോ? ഈ മരുന്ന് കഴിക്കാൻ അവൾ സമ്മതിച്ചല്ലോ. ആ സമയം നവീൻ പ്രത്യേക ഒരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു, മരുന്നൊരിക്കലും ഓവർഡോസായി പോകാൻ പാടില്ലെന്ന്. അങ്ങനെ സംഭവിച്ച എന്തോ വലിയൊരു ദോഷം തന്നെ അവൾക്ക് സംഭവിക്കും. മനസ്സിലെ ഭ്രാന്ത് മാറാനുള്ള ചികിത്സയല്ലേ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ആ മരുന്ന് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അവളുടെ ഉള്ളിലെ ഭ്രാന്ത് ഇരട്ടിക്കും. അങ്ങനെ ഗാഥ ഒരു മുഴുവൻ ഭ്രാന്തിയായി മാറും. നമുക്ക് വേണ്ടത് അതല്ലേടി. അങ്ങനെ സമനില തെറ്റി അവളെ എന്നേക്കുമായിട്ട് നവീനും ഈ കുടുംബം കൈയൊഴിയും. നമ്മൾ ഇത്രയും ദ്രോഹിച്ച അവളെ ഉണ്ടല്ലോ ഒരു മുഴുവൻ ഭ്രാന്തിയായിട്ട് നമ്മുടെ കൺമുമ്പിൽ കാണുന്നതിൽ പരം എന്ത് സന്തോഷം നമുക്ക് കിട്ടാനുള്ളത്. ഉദയേട്ടാ, നിങ്ങൾ എനിക്കൂടെ ഒരു കാര്യം ചെയ്യണം. അവൾ കഴിക്കുന്ന ആ ഗുളികളുണ്ടല്ലോ, അത് കുറച്ചധികം ഒന്ന് സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ? അല്ല നിർമ്മല, അത് മരുന്ന് സംഘടിപ്പിക്കണമെങ്കിൽ അതിന് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനൊക്കെ വേണ്ടേ? ഓ, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു മെഡിക്കൽ സ്റ്റോർ കിടക്കാരനില്ലേ? അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ സംഘടിപ്പിക്കാൻ പറ്റില്ലേ? ഞാൻ ശ്രമിച്ചു നോക്കാം. നോക്കിയേ പറ്റൂ. നിങ്ങൾ ഏത് വിധേനയും ആ മരുന്ന് എത്ര പെട്ടെന്ന് സംഘടിപ്പിച്ചുകൊണ്ട് വരണം. ഇതിപ്പോൾ നമുക്ക് വലിയ അധ്വാനമില്ലാത്ത കാര്യമാണ്. അവൾ കഴിക്കുന്ന മരുന്ന് ചെറിയ രീതിയിലൊന്ന് കൂട്ടുക, അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ദേ, ഉദയേട്ടൻ പോയി എത്രയും പെട്ടെന്ന് ആ മരുന്നുകളൊക്കെ ഒന്ന് സംഘടിപ്പിച്ചുകൊണ്ട് പോവാം. അല്ലമ്മേ, നമ്മൾ എങ്ങനെ ആ മരുന്ന് അവളുടെ ഉള്ളിലെത്തിക്കും? എടി, അതാണ് ഇപ്പോൾ ഇവിടുത്തെ വലിയ കാര്യം.
അതിനുള്ള മാർഗ്ഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ. ആദ്യം നിങ്ങൾ പോയി മരുന്ന് സംഘടിപ്പിച്ചിട്ട് വാ. അന്നേരം ഉദയം ചോദിക്കണേ, നിർമ്മലെ നിൻ്റെ കയ്യിലെ കാശ് വല്ലതുണ്ടോടി? ഓ, ഈ ചില്ലറ പൈസക്ക് ഉള്ള കാശ് പോലും നിങ്ങളുടെ കയ്യിലില്ലേ? നിനക്കറിയാലോ ഞാൻ ഇവിടുത്തെ ഇച്ചിരി നക്കി ജീവിക്കുന്ന ആളാണെന്ന്. എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഓ, നിങ്ങൾ ചെല്ല്, ഞാൻ പൈസ അയച്ചു തന്നോളാം. അങ്ങനെ പറഞ്ഞ് ഉദയൻ മരുന്ന് വാങ്ങാനായിട്ട് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം നിർമ്മല കീർത്തിയോട് പറയണേ, ഇത്രയും നാളും അവൾക്കും നവീനും ഒന്നിക്കാൻ പറ്റാതിരുന്നത് നാഗത്തിൻ്റെ പേരും പറഞ്ഞായിരുന്നു. എന്നാൽ ഇനി അവൾക്കും നവീനും തമ്മിൽ അകലാൻ പോകുന്നത് അവളുടെ മുഴുത്ത വട്ടുകാരനാണ്. എന്നാലും അവളുടെ ഒരു യോഗം. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് തങ്കം കൃഷ്ണ നേരെ ഉരുട്ടിയിട്ടും വീട്ടിൽ വരാത്തത് കാരണം ആകെ ടെൻഷനിൽ നിൽക്കുന്നതാണ് കേട്ടോ. ആ സമയം ചിരിച്ചുകൊണ്ട് കൃഷ്ണ അകത്തേക്ക് കയറി വരുമായിരിക്കും. അന്നേരം തങ്കം ചോദിക്കണേ, എവിടെയായിരുന്നു എത്ര നേരം ഇത്? നിൻ്റെ കയ്യിൽ ഫോണില്ലേ? എത്ര തവണ ഞാൻ നിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നതെന്നറിയോ? ഇതെന്തായിരുന്നു കവലെ സംഭവിച്ചത്? അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. ആ സെൽവൻ നിന്നോട് വീണ്ടും പ്രശ്നത്തിന് വന്നുവല്ലേ? അവൻ നിന്നെ ഉപദ്രവിക്കുകയോ ചെയ്തോ? അന്നേരം കൃഷ്ണ പറയണേ, എൻ്റെ അമ്മ ഇങ്ങനെ ടെൻഷൻ ആകിയൊന്നും വേണ്ട. അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. അവന് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. അല്ല, നീ മോളിക്കുട്ടിയും കൂടി അവനെന്തെങ്കിലും ചെയ്തോ? ഞങ്ങളൊന്നും ചെയ്തില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മര്യാദ തുറന്നു പറഞ്ഞോ. ഇനി അതിൻ്റെ പേര് പകരം വിട്ടാൽ അവൻ ഇനി എപ്പോഴാണോ വരുന്നത്? എൻ്റെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവനെ കൊടുക്കേണ്ട ആൾ തന്നെ കൊടുത്തിട്ടുണ്ട്. കിട്ടിയതിന് ഇനി പകരം ചോദിക്കാൻ വന്നാലേ പിന്നെ ജീവനോടെ 2 കാലും കൂട്ടി ഈ നാട്ടിൽ മിക്കുമെന്ന് തോന്നുന്നില്ല. അതാരാ അങ്ങനെ നിന്നെ രക്ഷിക്കാൻ വന്ന ആള്? അനിയൻ സാറോ? അതാരാ? ഈ നാട്ടിൽ വലിയൊരാളാ. എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് അനിയൻ സാറിനെ. ഇന്ന് ജയിലിൽ നിന്ന് വന്നേ ഉള്ളൂ. കൊള്ളാം. ജയിലിൽ നിന്ന് വന്ന കൊലപ്പുള്ളിയാണോ അവൻ ഇടിച്ചിട്ടെന്നും പറഞ്ഞ് നീ വലിയ കാര്യത്തിനൂടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ അങ്ങനെയൊന്നുമല്ല. അനിയൻ സാറ് ചെയ്യാത്ത തെറ്റിൻ്റെ പേരല്ല കോടതി ജയിലും ഒക്കെ ആയിട്ട് നടന്നത്. ആ സാറിനെ ആരോ ചതിച്ചതാ. ഒരു ദിവസം ഞാൻ അമ്മയെ കാണിച്ചിരുന്നുണ്ട്. എന്താണെങ്കിലും എനിക്കൊന്ന് കാണണം. എന്തിനാ? മറ്റൊന്നുമല്ല, എന്തുവൊക്കെ പറഞ്ഞാലും നിന്നെ രക്ഷിച്ച ആളല്ലേ, ഒരു നന്ദി വാക്ക് പറയണ്ടേ? പിന്നെ അമ്മേ, ഇന്ന് ഞാൻ ലോട്ടറി വിൽക്കാൻ പോയിട്ട് ആദ്യത്തെ ദിവസമല്ലേ. എന്നിട്ട് എൻ്റെ കച്ചവടത്തിനെക്കുറിച്ച് അമ്മക്കൊന്നും ചോദിക്കാനില്ലേ? ഈ കാര്യം അറിഞ്ഞ് ഞാനാകെ വെപ്രാളത്തിലായിരുന്നു. അതിൻ്റെ ഇടയിൽ അത് ചോദിക്കാൻ വിട്ടുപോയതാ. എൻ്റെ കയ്യിലുണ്ടായ മുഴുവൻ ലോട്ടറി ടിക്കറ്റും തീർന്നു. അല്ല, നീ ഇങ്ങനെ ഏത് കാലത്തും ലോട്ടറി ടിക്കറ്റ് തന്നെ വിറ്റ് ജീവിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്? അല്ല, മറ്റു ചില ബിസിനസ് പ്ലാനുകളും എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ പതിയെ പുറത്തെടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടി ഈ ലോട്ടറി ബിസിനസ്സും പോട്ടെ. എപ്പോഴാണ് നമുക്ക് ഭാഗ്യം ഒടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ അകത്തേക്ക് പോകുവാണ്. അങ്ങനെ കൃഷ്ണ പറയുന്നതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്ടോ തങ്കം. എന്നിട്ട് അനിയൻ സാറിനെ കുറിച്ച് ആലോചിക്കണേ. ഇതേ സമയം കാണിക്കുന്നത് ശ്രീനിവാസൻ്റെ വീടായിരിക്കും. അങ്ങോട്ടേക്ക് ശ്രീനിവാസൻ്റെ ചേച്ചി വരുക. ശ്രീനി, നീ എന്താ ആലോചിച്ചിരിക്കുന്നത്? ചേച്ചി, ഞാൻ എൻ്റെ മോളെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. അവളിപ്പോൾ വളർന്ന് വലിയൊരു പെൺകുട്ടിയായിട്ടുണ്ടാകുമല്ലേ? പിന്നല്ലാതെ സുന്ദരി കുട്ടിയായിട്ടുണ്ടാവും. അന്നേരം ശ്രീനി പറയണേണ്, എന്നെ കാണാനായിട്ട് കൃഷ്ണമൂർത്തി ഓരോ തവണ ജയിലിലേക്ക് വരുമ്പോഴും ശാന്തിയുടെയും എൻ്റെ മോളെക്കുറിച്ച് ചോദിക്കും. അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ചോദിക്കും. എന്നാൽ ഇതുവരെ അവരെക്കുറിച്ചുള്ള ഒരു വിവരവും കണ്ടെത്താനായിട്ട് പറ്റിയില്ലല്ലോ. ഓരോ വട്ടം മൂർത്തി വന്നു പോകുമ്പോൾ നിരാശയായിരുന്നു എനിക്ക് ഫലം. അന്നേരം ചേച്ചി ചോദിക്കണേ, മോനെ, എനിക്കൊരു സംശയം. മൂർത്തി തന്നെയാണ് ഈ സംശയം പറഞ്ഞത്. ഇനി ശാന്തി കുഞ്ഞിനെയും കൂട്ടി തമിഴ്നാട്ടിലേക്ക് വല്ലതും പോയിട്ടുണ്ടാകുമോ? ശാന്തി ഒരിക്കലും അങ്ങനെ നന്ദികേട് കാണിക്കില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വല്ലതും ഉണ്ടായി കാണും. എന്താണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇനി ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എൻ്റെ മകളെ എനിക്ക് കണ്ടെത്തണം. അവളെ എനിക്ക് എൻ്റെ കൂടെ നിർത്തണം. ഇതുവരെ കൊടുക്കാൻ പറ്റാത്ത പോയ മുഴുവൻ സ്നേഹവും അവൾക്ക് കൊടുക്കണം. നിൻ്റെ ആഗ്രഹം നടക്കുവിടാം. എത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് നിൻ്റെ മോളെ കണ്ടെത്താൻ പറ്റും. അങ്ങനെ ഒരു സംസാരിച്ച് നിൽക്കുമ്പോഴായിക്കോട്ടെ മൂർത്തി അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം ശ്രീനിവാസൻ മൂർത്തിയോട് പറയണേ, മൂർത്തി, നാളെ വേഗം ഇങ്ങോട്ടേക്ക് വരണം. നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ശരി. അങ്ങനെ പറഞ്ഞ് മൂർത്തി അവിടെ നിന്നും പോകുവാണ്. അന്നേരം ചേച്ചി ചോദിക്കണേ, അല്ല, നാളെ ഇങ്ങോട്ടേക്കാണ് യാത്ര? മറ്റൊരിടത്തേക്കും അല്ല, എൻ്റെ മോളെ അന്വേഷിച്ച് തന്നെയുള്ള യാത്ര തന്നെയാണ്. അല്ല ചേച്ചി, അളിയരും മോനും ഒക്കെ അവിടെ? അവരിപ്പോഴും ബാംഗ്ലൂരിൽ തന്നെയാണോ? അവർക്ക് ഏതു നേരം പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അന്നേരം ശ്രീനിവാസൻ പറഞ്ഞേ, ഞാനെന്താണെങ്കിലും ആര് വിളിക്കാം. പൈസ മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ, കുടുംബത്തിലെ സമാധാനവും സ്നേഹവും എല്ലാവരും കൂടിയുള്ള ഒത്തൊരുമയും ഒക്കെ വേണ്ടേ? എന്നാലല്ലേ നമ്മൾ ഉണ്ടാക്കുന്ന പണം കൊണ്ടൊക്കെ അർത്ഥമുള്ളൂ. പിന്നീട് കാണിക്കുന്നത് ഉദയൻ നിർമ്മല പറഞ്ഞതുപോലെ മരുന്ന് സംഘടിപ്പിച്ചെത്തുവാണ്. കിട്ടിയോ? ഇത് തന്നെ. ആദ്യം അവൻ തരാനെന്ന് മടിച്ചു. പിന്നെ ഞാൻ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്ന് അങ്ങ് വാങ്ങിച്ചു. അല്ല, എന്തു പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിയത്? അത് പിന്നെ അവന് സംശയമൊന്നും തോന്നാതിരിക്കാനേ. നിനക്ക് തലക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചത്. നീ പേടിക്കണ്ട, അവനോട് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. നമ്മുടെ ആവശ്യം നടക്കണ്ടേ? അത് കേട്ട് നിർമ്മല ദേഷ്യത്തിൽ നിൽക്കുവാണ്. എന്നിട്ട് ആ മരുന്നും കയ്യിലെടുത്തിട്ട് പറയണേ, അപ്പം ഇതാണ് അവളുടെ അസുഖം മാറ്റാനുള്ള മരുന്ന് അല്ലേ? അങ്ങനെ പറഞ്ഞ് അവർ നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത്. ഇതേ സമയം ഗാഥക്ക് സുമിത്ര മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ മരുന്നൊക്കെ മേടിച്ച് കഴിക്കുവാണ് ഗാഥ. ഇതേ സമയം അടുക്കളയിലെ ഗാഥയ്ക്ക് വേണ്ടി കാത്തി വെച്ചിരിക്കുന്ന പാലിൽ
നിർമ്മല ഉദയം കൊണ്ടുവന്ന മരുന്ന് കലക്കിയിട്ട് അത് നല്ലപോലെ അലിയിപ്പിച്ച് ചേർക്കുവാണ്. ഈ സമയം കീർത്തിയാണെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അന്നേരം ഒരിക്കലും സുമിത്ര പറയുന്നത്, മോളെ ഈ മരുന്ന് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മോളുടെ പേടിയും ഭയവും എല്ലാം മാറും. മോളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ഗാഥ മോളായിട്ട് കിട്ടും. അതോടെ മോൾക്ക് നവീനോടിലെ എല്ലാ പ്രശ്നങ്ങളും തീരും. അന്നേരം ഗാഥ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ കുറേ ദൂരത്തേക്ക് പോയല്ലോ. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? അല്ല, എൻ്റെ മനസ്സിൽ പേടി മാറിയല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞതാ. എന്നാൽ ശരി, ഞാൻ മോൾക്ക് കുടിക്കാനേ അവിടെ പാല് കാച്ചി വെച്ചിട്ടുണ്ട്, അതും കൂടി എടുത്തിട്ട് വരാം. അതുകൂടി കുടിച്ചിട്ട് കിടന്നാൽ മതി. അങ്ങനെ പറഞ്ഞ സുമിത്ര പാലെടുക്കാനായിട്ട് അടുക്കളയിലേക്ക് വരുമായിരിക്കട്ടോ. ഇത് കണ്ട കീർത്തി നിർമ്മലോട് പറഞ്ഞ് അവർ രണ്ടാളും അവിടെ നിന്ന് മാറി മറഞ്ഞു നിൽക്കുവാണ്. ഈ സമയം പാല് ഗ്ലാസ്സിലാക്കി സുമിത്ര അവിടെ നിന്നും എടുത്തുകൊണ്ട് പോകുവാണ്. പിന്നാലെ ഇവരും റൂമിൻ്റെ ഫ്രണ്ടിൽ പോയി ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സുമിത്ര ആ പാല് കൊണ്ടുവന്ന് ഗാഥയ്ക്ക് കൊടുക്കുവാണ്. ഗാഥ അത് മുഴുവൻ കുടിക്കുന്നുണ്ട്. അത് കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് കേട്ടോ അവർ രണ്ടുപേരും. ഗാഥ മോളെ, എന്നാൽ പിന്നെ മോൾ നവീൻ്റെ റൂമിലേക്ക് ചെല്ലും. അമ്മേ, ഈ മരുന്നൊക്കെ കഴിക്കുന്നതോടെ പെട്ടെന്ന് ഉറക്കം വരുമോ? ഉറങ്ങാൻ തോന്നിയേ ഉറങ്ങിക്കോളൂ, അതിനെന്താ? അങ്ങനെ പറഞ്ഞാൽ ഗാഥയുടെ നെറ്റിയിൽ ഉമ്മയ്ക്ക് കൊടുത്തിട്ട് ഗാഥയെ നവീൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിടുവാണ്. ഈ സമയം നിർമ്മലയും കീർത്തിയും ഉദയൻ്റെ അരികിലേക്ക് ഓടി ചെല്ലുവാണ്. എന്നിട്ട് പറയണേ, ഇതുപോലെ ഒരു 4-5 ദിവസം തുടർച്ചയായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവൾ ഒരു ഭ്രാന്തിയായിട്ട് മാറും. ഭ്രാന്തെടുത്ത് അവൾ നമ്മുടെ മുമ്പിലൂടെ ഓടി നടക്കും. അന്നേരം കീർത്തി സന്തോഷത്തോടെ പറയണേ, സത്യം പറയാലോ, ഇത്രയും നാൾ നമ്മൾ ചെയ്ത പണികളിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പണി ഇത് തന്നെയാണ്. അന്നേരം നിർമ്മല പറയണേ, ഒരുപാട് കുഴിച്ച് ചെന്നാലല്ലേ വെള്ളം കാണുള്ളൂ, കുറേ ജോലി എടുത്താലല്ലേ അതിൻ്റെ കൂലി കിട്ടുള്ളൂ. ഇത്ര നാളും നമ്മളെടുത്ത ജോലിയുടെ കൂലിയാണ് നമുക്കിനി കിട്ടാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞ് ഗാഥയുടെ തകർച്ച ആഘോഷിക്കാൻ നിൽക്കുവാണ് കേട്ടോ അവർ 3 പേരും. ഇതേസമയം ഗാഥക്കാണെങ്കിൽ ആ ഒരു ഓവർ ഡോസിൽ മരുന്നൊക്കെ ഉള്ളിൽ പോയത് കാരണം വല്ലാത്തൊരു തളർച്ചയും ക്ഷീണവും ഉറക്ക ചടവും അങ്ങനെയൊക്കെ തോന്നുവാണ്. അങ്ങനെ ഒരു പാതിബോധത്തോടെ ഗാഥ നവീൻ്റെ റൂമിലെത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ഗാഥ തിരികെ റൂമിലെത്തുന്നത് കാണുമ്പോൾ നവീൻ ഒത്തിരി സന്തോഷമാകുവാണ്. നവീൻ പ്രതീക്ഷകളോടെ ഗാഥയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ ഗാഥയുടെ പെരുമാറ്റം നവീനെ വീണ്ടും അസ്വസ്ഥമാക്കുവാണ്. മനസ്സിലെ തോന്നലുകളൊക്കെ മാറി. കാരണം നോക്കിയാൻ വേണ്ടിയല്ലേ മരുന്നൊക്കെ കഴിക്കാൻ തുടങ്ങിയത്, എന്നിട്ട് വീണ്ടും ഇപ്പോൾ അതേപോലെ തന്നെ പറയുവാണോ? അന്നേരം ഗാഥ പറയണേ, സോറി നവീൻ, എനിക്ക് ഈ മരുന്നൊക്കെ ആയിട്ടൊന്നും പൊരുത്തപ്പെടാതെ ശരിയാവില്ല, സോറി. അങ്ങനെ പറഞ്ഞ ഗാഥ തിരികെ നവീൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണയുടെ അരികിലെത്തുന്ന നവീനെയാണ് കേട്ടോ. അങ്ങനെ നവീൻ സത്യങ്ങളെല്ലാം അറിഞ്ഞ് കൃഷ്ണയോട് പറയുവാണ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ താലി കെട്ടിയ കൃഷ്ണയെ തേടിയാണ്. സമയം നവീൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ കൃഷ്ണ പറയണേ, നവീൻ, ഞാൻ വേറൊരു വാടകക്കാരി മാത്രമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നവീനെ നവീൻ്റെ കുടുംബത്തെ ഞാൻ ചതിക്കുകയായിരുന്നു. അത് കേട്ട് നവീൻ കൃഷ്ണയുടെ കഴുത്തിലുള്ള താലി ഇങ്ങനെ പിടിച്ചിട്ട് പറയണേ, ഈ താലിക്ക് താൻ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് വേണം കൃഷ്ണ. അങ്ങനെ നവീൻ്റെ ആ വാക്കുകൾ കേൾക്കുന്നതും സന്തോഷത്തോടെ നവീനെ കെട്ടിപ്പിടിക്കുവാണ് കൃഷ്ണ. നവീനും കൃഷ്ണയെ മുറുകെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മിക്കവാറും ഇത് കൃഷ്ണ കാണുന്നൊരു സ്വപ്നമാകാനായിട്ട് സാധ്യത. അങ്ങനെ ആ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്